ഹലോ ദേ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്വിക്ക് ആൻഡ് ഈസി ഇന്ത്യൻ ലഞ്ചാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റൈസ്, സാമ്പാർ, ക്യാബേജ് തോരൻ ആൻഡ് ഫിഷ്. റൈസ് ഞാൻ ആദ്യം തന്നെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. സോ അത് വേകുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മൾ മറ്റുള്ളതെല്ലാം റെഡിയാക്കാം. സോ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ വെജീസും ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വെജീസും ഇല്ല ഇവിടെ, ആക്ച്വലി നമുക്ക് കിട്ടാറില്ല. സോ ഉള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. ആക്ച്വലി സ്കോട്ട്ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇന്ത്യൻ വെജീസ് ഒന്നും കിട്ടാറില്ല. ഈവൻ ലേഡീസ് ഫിംഗർ പോലും കിട്ടാറില്ല. സോ ഇത് ഇന്ത്യൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. കുക്കറിൽ വേകുന്ന ആ ഒരു ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വേകുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളതൊക്കെ റെഡിയാക്കാം. സോ ഞാൻ റൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സാമ്പാറും കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അതിനുമായിട്ട് വെന്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഞാനിവിടെ ഫിഷ് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് മസാല ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട്. ദെൻ ക്യാബേജ് തോരൻ വേണ്ടിയിട്ടുള്ള ക്യാബേജൊക്കെ ഇവിടെ റെഡിയാക്കിയാണ്. എന്നിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് അതിനാവശ്യങ്ങളുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ. കറി ലീവ്സ് ഒരിക്കലും കിട്ടാറില്ല. സോ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി ലീവ്സാണ്. കറി ലീവ്സില്ലാതെ എന്തൊരു ഫുഡാണല്ലേ. സോ ക്യാബേജ് നമ്മൾ ഈ ടർമറിക്കും കുറച്ച് സോൾട്ടും ഇട്ടിട്ട് കുറച്ച് സമയം വേഗം വയ്ക്കുകയാണ്. ആ ഒരു ടൈം കൊണ്ട് ഇതിനാവശ്യമുള്ള മസാല റെഡി ചെയ്തെടുക്കും. ഞാൻ വീഡിയോസ് ഒന്നും കറക്റ്റായിട്ടൊന്നും എടുത്തിട്ടില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇട്ടിട്ട് കയ്യിൽ കുട്ടിയുള്ളതുകൊണ്ട്. പിന്നെ ആ ഒരു മസാലയും കൂടെ നല്ല രീതിയിൽ നമ്മൾ ക്യാബേജ് തോരൻ ഇവിടെ റെഡി. പിന്നെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്, ജസ്റ്റ് 2 minutes വീഡിയോ. വലുതായിട്ട് വലിച്ചു നീട്ടണ്ട, ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടിടുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ ഒരു രസമായിരിക്കുമല്ലോ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ.